നമസ്കാരം, ബിസിനസ് ഡയലോഗിലേക്ക് സ്വാഗതം. ലോകത്തെ അഞ്ചാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായ ഇന്ത്യയുടെ GDP കണക്കുകൾ നിരന്തരം വാർത്തകളിൽ ഇടം നേടുന്നു. 2025 ഇന്ത്യയുടെ GDP $4.19 ട്രില്യൺ ആകുമെന്ന് വിവിധ സാമ്പത്തിക സംഘടനകൾ പ്രവചിക്കുന്നുണ്ട്. ഇത് ആഗോളതലത്തിൽ ജപ്പാനെ മറികടന്ന് നാലാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യയെ മാറ്റും. 2027 ജർമ്മനിയെ മറികടന്ന് ലോകത്തെ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മാറുമെന്നും അവകാശവാദം. GDP കണക്കുകൾക്ക് പിന്നിലെ യാഥാർത്ഥ്യം എന്താണ്? ഇന്ത്യ കണക്കുകൾക്കുള്ളിൽ മാത്രമാണോ കുതിക്കുന്നത്? ഈ വിഷയമാണ് ഇന്ന് ബിസിനസ് ഡയലോഗ് പരിശോധിക്കുന്നത്. ഈ ചർച്ചയിൽ എന്നോടൊപ്പം പബ്ലിക് പോളിസി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഡോക്ടർ മോഹൻകുമാർ എസ്, സാമ്പത്തിക വിദഗ്ധയായ ഡോക്ടർ മേരി ജോർജ്, BJPയിൽ നിന്ന് അഡ്വക്കേറ്റ് P. കൃഷ്ണദാസ് എന്നിവർ പങ്കെടുക്കുന്നു. ആദ്യം ഡോക്ടർ മേരി ജോർജ്, ഇന്ത്യയുടെ നിലവിലെ GDP $4.19 ട്രില്യൺ ആണ്. എന്നാൽ ഇന്ത്യയുടെ പെർ ക്യാപിറ്റ GDP 2.46 ലക്ഷം മാത്രമാണ്. ജപ്പാന്റെ പെർ ക്യാപിറ്റ GDP ആകട്ടെ 28 ലക്ഷമാണ്. ഈ കണക്കുകൾ എന്താണ് സൂചിപ്പിക്കുന്നത്? അതായത് ഈ കണക്കുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ട്രില്യൺ ഡോളേഴ്സിൽ പറഞ്ഞല്ലോ നമ്മുടെ ഇപ്പോഴത്തെ GDP. ശരിക്കും നമ്മുടെ ബജറ്റിൽ പറഞ്ഞിരിക്കുന്ന GDP, എക്സ്പെക്റ്റഡ് GDP, ഈ വർഷാവസാനത്തോടുകൂടി നമ്മൾ പ്രതീക്ഷിക്കുന്ന GDP 3,54,97,923 കോടിയാണ്. അതിനെയാണ് ഈ 4 ട്രില്യൺ എന്ന രീതിയിൽ പറഞ്ഞത്. ഓക്കെ, അപ്പം ഇത് നമ്മൾ ഈ ട്രില്യൺ, അതുപോലെ 2 അതായത് 2.5 ലക്ഷം രൂപ പെർ ക്യാപിറ്റ ഇൻകം എന്നും നമ്മൾ പറഞ്ഞു. 2.5 ലക്ഷം രൂപ പെർ ക്യാപിറ്റ ഇൻകം ആണെങ്കിൽ പെർ ഡേ ഇൻകം എന്താണ് എന്ന് നമ്മൾ ഒന്ന് നോക്കുന്നത് നന്നായിരിക്കും. അത് നോക്കുമ്പോൾ അത് നോക്കുന്നതിന് മുൻപ് ഇപ്പം ജപ്പാന്റെയും ജർമ്മനിയുടെയും കാര്യം പറഞ്ഞു. ഞാൻ അതോടൊപ്പം തന്നെ US-ന്റെ കാര്യവും കൂടി പറയട്ടെ. ഹയസ്റ്റ് GDP, ലോകത്തിലെ ഹയസ്റ്റ് GDP ഉള്ള രാജ്യം എല്ലാ കാലത്തും US ആയിരുന്നു, ഇപ്പോഴും US-ന് തന്നെ. അത് $33 ട്രില്യൺ ആണ്. $33 ട്രില്യൺ എന്ന് പറയുമ്പോൾ എന്താണ് അമേരിക്കയുടെ പോപ്പുലേഷൻ? അമേരിക്കയുടെ പോപ്പുലേഷൻ 33.3 crore ആണ്. അപ്പൊ $33 ട്രില്യൺ GDP 33.3 crore ജനങ്ങളുമായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അവരുടെ പെർ ക്യാപിറ്റ GDP എന്ന് പറയുന്നത് $70,000 മുകളിലാണ്. അതേസമയത്ത് ഡോളർ ടേംസിൽ നമ്മൾ ഇന്ത്യയുടെ GDP എടുക്കുക, പെർ ക്യാപിറ്റ ഇൻകം എടുക്കുക, അതായത് നേരത്തെ പറഞ്ഞതുപോലെ 4 ട്രില്യൺ സംതിങ്, അത് വരാനിരിക്കുന്നതാണ്. ഇപ്പോഴത്തെ കൃത്യം പറഞ്ഞ 3.54 ട്രില്യൺ ആണ്. ആ GDP-യെ നമ്മൾ ഇവിടുത്തെ 145 കോടി ജനം കൊണ്ട്, അമേരിക്കയുടെ 33.3 crore പീപ്പിളിനെ കൊണ്ടാണ് ഡിവൈഡ് ചെയ്തത് എങ്കിൽ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് 145 കോടി ജനങ്ങളെ കൊണ്ടുവേണം 3.4 ട്രില്യൺ GDP-യെ ഡിവൈഡ് ചെയ്യാനായിട്ട്. 3.54 ട്രില്യൺ GDP-യെ അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു 2,400 രൂപ പെർ ക്യാപിറ്റ ഇൻകം ആ കിട്ടുക. 2,400 പെർ ക്യാപിറ്റ ഇൻകം ഒരു വർഷമാണ് എന്ന് ഓർക്കണം. അപ്പൊ ഇതുപോലെയാണ് നമ്മൾ ജർമ്മനി, ജപ്പാൻ, ഇവരുടെയൊക്കെ GDP കുറവായിക്കൊള്ളട്ടെ, പക്ഷെ പോപ്പുലേഷൻ വളരെ കുറവാണ്. ഓക്കെ, ഇന്ത്യയുടെ പോപ്പുലേഷനുമായിട്ട് താരതമ്യം ഇന്ത്യ ഹയസ്റ്റ് പോപ്പുലേഷൻ ഇൻ ദ വേൾഡ്,
ഫോളോഡ് ബൈ ചൈന. 140 കോടിയോടുകൂടി ചൈനയാണ് രണ്ടാമത്തെ പോപ്പുലേഷൻ ഉള്ള രാജ്യം. ചൈനയുടെ GDP എത്രയാണ്? ചൈനയുടെ GDP $21 ട്രില്യൺ ആണ്. ആ $21 ട്രില്യൺ ഇങ്ങനെ നോക്കുമ്പോൾ അവർക്ക് പെർ ക്യാപിറ്റ ഇൻകം ആയിട്ട് വരുന്നത് $13,000 നമുക്ക് $2,500 വരുമ്പോൾ ചൈനയ്ക്ക് വരുന്നത് $13,000. അപ്പൊ അങ്ങനെ നമ്മൾ പോപ്പുലേഷനെ കണക്കിലെടുക്കാതെ GDPയുടെ കാര്യം മാത്രം പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ 3-ാം സ്ഥാനത്താണ്, 2-ാം സ്ഥാനത്താണ്, 1-ാം സ്ഥാനത്താണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇളിഭ്യരാവുകയാണ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാല് വിവരമുള്ളവരുടെ മുൻപില് നമ്മള് ചിരി കഥാപാത്രങ്ങളായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. കാരണം സാമ്പത്തിക ശാസ്ത്രം പഠിക്കുന്നവർക്കും അറിയാം, അല്ലെങ്കിൽ ഏത് കോമൺ സെൻസ് ഉള്ളവർക്കും അറിയാം എന്തിനാണ് GDP എന്ന് പറയുന്നത്. അതായത് പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിലെ ഉൽപാദനത്തിന്റെ വാല്യൂ കൂട്ടിച്ചേർക്കപ്പെടുന്നതാണല്ലോ GDP. നേരത്തെ നിങ്ങൾ കാണിച്ചിരുന്നു അത്. അപ്പൊ ആ GDP എന്തിനാണ് അങ്ങനെ GDP ഉണ്ടാകുന്നത്? അതിനെപ്പറ്റി എല്ലാവരുടെയും ധാരണ എന്താണ്? അത് ട്രിക്കിൾ ഡൗൺ ചെയ്യണം സാധാരണക്കാരിലേക്ക്. അതായത് അത് അരിച്ചിറങ്ങണം എന്ന് വെച്ചാൽ ദേശത്ത് തൊഴിലുകൾ സൃഷ്ടിക്കപ്പെടണം, ആ തൊഴിലുകൾക്ക് മാന്യമായ വേതനം കൊടുക്കണം. അങ്ങനെ മാന്യമായ വേതനവും മാന്യമായ തൊഴിലുമായിട്ട് ജനസഞ്ചയം, അതായത് പീപ്പിൾ അറ്റ് ലാർജ് 145 കോടി ജനങ്ങൾക്കും മാന്യമായ ജീവിതം സാധ്യമാകണം. അതാണ് GDP. ഡോക്ടർ മേരി ജോർജ്, താങ്കൾ പറയുന്നത് ഈ GDP കണക്കുകൾ സാധാരണക്കാരന്റെ ജീവിതവുമായി ബന്ധമില്ലാത്തതാണ് എന്നാണോ? അങ്ങനെയല്ല. GDP കണക്കുകൾ തീർച്ചയായിട്ടും ബന്ധപ്പെടുത്തണം. ഇപ്പൊ തോമസ് പിക്കറ്റിയെ പോലെയുള്ള ഫ്രഞ്ച് എക്കണോമിസ്റ്റുകളൊക്കെ പറയുന്നത് എന്താണെന്നറിയോ? ഇന്ത്യയിലെ അസമത്വം 1921 മുതൽ 2021 വരെയുള്ള 100 വർഷക്കാലത്തെ ഇനീക്വാളിറ്റി ഇന്ത്യയെ പറ്റി തോമസ് പിക്കറ്റിയും വേറെ ഒരു ഫ്രഞ്ച് എക്കണോമിസ്റ്റും 2 ഇന്ത്യയിലെ എക്കണോമിസ്റ്റുകളും കൂടി ചേർന്ന് പഠിച്ചു. ആ പഠനത്തിന്റെ അവസാനം അവർ കണ്ടെത്തിയത് 1921 കൂടുതൽ ഇനീക്വാളിറ്റി വർദ്ധിച്ചിരിക്കുന്നു ഇന്ത്യയിൽ 2019, 20, 21 വർഷങ്ങളാകുമ്പോഴേക്കും എന്നാണ്. എന്താണ് കാരണം? ഇപ്പൊ GDP ഗ്രോ ചെയ്യുന്നുണ്ട്. ആ ഗ്രോ ചെയ്യുന്ന GDPക്ക് അനുസരിച്ച് തൊഴിൽ ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നില്ല. ഇപ്പൊ നമ്മള് ഹിന്ദുവിന്റെ എഡിറ്റോറിയൽ എടുത്തു നോക്കുക. കഴിഞ്ഞ ദിവസം വന്ന എഡിറ്റോറിയൽ ആ GDPയെ പറ്റി തന്നെ. ആ എഡിറ്റോറിയൽ പറയുന്നുണ്ട് 45-48% തൊഴിൽ ഇപ്പോഴും കൃഷിയിൽ തന്നെ, അതായത് കൃഷി ചെയ്ത് ജീവിക്കുന്നു. അത് കഴിഞ്ഞാൽ കൺസ്ട്രക്ഷൻ സെക്ടറിൽ ഒരു വളർച്ചയുണ്ട്. അങ്ങനെ പിന്നെ സേവന മേഖല, അതേസമയത്ത് വ്യാവസായിക മേഖലയുടെ പ്രധാനപ്പെട്ട ഏരിയാസിലൊന്നും വളർച്ച 4.5% അങ്ങനെയൊക്കെ നിൽക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ളത് വ്യക്തമാണ്. ഡോക്ടർ മേരി ജോർജ്, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ഡോക്ടർ മോഹൻകുമാർ, റിപ്പോർട്ട് ചെയ്യപ്പെട്ട GDP വളർച്ചാ കണക്കുകൾ ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ ഒരു ശരാശരി ഇന്ത്യൻ പൗരന്റെ ദൈനംദിന ജീവിതത്തിന്റെ സൂചകമാണോ? നോക്കൂ, പ്രൊഫസർ മേരി ജോർജ് പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യയിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു ചർച്ച രൂപപ്പെട്ടു വന്നതിനുള്ള കാരണം മെയ് 27-ാം തീയതി ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ലോകത്തിലുള്ള വിവിധ രാജ്യങ്ങളുടെ ആഭ്യന്തര ഉൽപാദനവും അവരുടെ പ്രതിശീർഷ വരുമാനവും തമ്മിൽ ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു. ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നിതി ആയോഗിൻ്റെ CEO ഡോക്ടർ സുബ്രഹ്മണ്യൻ ഒരു പ്രസ്താവന നടത്തി. ആ പ്രസ്താവനയിൽ പറഞ്ഞത് ഇന്ത്യ അതിവേഗം വളരുന്ന ഒരു സമ്പദ് വ്യവസ്ഥയാണ്. ഇന്ത്യ ഇപ്പോൾ 4187 ലക്ഷം കോടി രൂപയാണ് ഇന്ത്യയുടെ ആഭ്യന്തര ഉൽപാദനമായി 2025-26 വർഷം അവസാനിക്കുമ്പോൾ ആകുന്നത്. ആ 4187 ലക്ഷം എന്ന് പറയുന്നത് അപ്പോൾ അത് ലോകത്തിലെ 5-ാം സ്ഥാനമാണ് ഇന്ന് ഇന്ത്യക്കുള്ളത്. ഈ 5-ാം സ്ഥാനത്ത് നിന്ന് ജപ്പാനെ പുറന്തള്ളിക്കൊണ്ട് ഇന്ത്യ 4-ാം സ്ഥാനത്തേക്ക് ആഭ്യന്തര ഉൽപാദനം ഇന്ത്യയുടെ മൊത്തം വരുമാനത്തിൽ 4187 ലക്ഷം കോടി എന്നുള്ളത് 4-ാം സ്ഥാനത്തേക്ക് വരും. ജപ്പാൻ്റെത് അപ്പോൾ 4187
86 കോടിയായി ചെറിയൊരു കുറവോടുകൂടി ജപ്പാൻ 5ാം സ്ഥാനത്തേക്ക് മാറും. ഇത് കൂടാതെ തന്നെ 2028-29 ആകുമ്പോൾ ജർമ്മനിയുടെ മുകളിൽ ഇന്ത്യ എത്തുമെന്നും ഇന്ത്യ അങ്ങനെ അമേരിക്ക, ചൈന, അത് കഴിഞ്ഞാൽ അമേരിക്കയും ചൈനയും കഴിഞ്ഞാൽ മൂന്നാമത്തെ സമ്പദ് വ്യവസ്ഥയായി ലോക സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മാറും എന്നുള്ള ഒരു പ്രസ്താവന നടത്തിയപ്പോൾ IMFന്റെ റിപ്പോർട്ട് പ്രകാരം അങ്ങനെ പറഞ്ഞപ്പോൾ വളരെ ആവേശത്തോടു കൂടി ആ കണക്കുകൾ ഏറ്റെടുക്കുകയും നീതി ആയോഗിൻ്റെ CEO അത് വളരെ ഒരു പബ്ലിസിറ്റി, വളരെ ഇന്ത്യയുടെ പ്രചാരണത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ അതിവേഗം പുരോഗമിക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥയാണെന്നും അതിന് ഉത്തരവാദി ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാരാണെന്നും അതിന് നേതൃത്വം കൊടുക്കുന്ന പ്രധാനമന്ത്രിയാണെന്നുമുള്ള രീതിയിൽ അത് പ്രചരിപ്പിച്ചു. അതാണ് ഈ ചർച്ചയ്ക്കെല്ലാം ആധാരം. ഇതുമായി ബന്ധപ്പെട്ട് വന്ന വിമർശനങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട കാതലെന്ന് പറയുന്നത് ഇന്ത്യയുടെ ആകെയുള്ള ആഭ്യന്തര ഉൽപാദനം അത് യാതൊരു വിധമായ അർത്ഥവുമില്ലാത്ത ഒരു അക്കമാണ്. കാരണം 146 കോടി ജനങ്ങൾ താമസിക്കുന്ന ഇന്ത്യയിൽ ഒരാളിന് ഒരു വർഷം എത്ര രൂപ ശരാശരി വരുമാനമുണ്ട്? അത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ വരുമാനം അമേരിക്കൻ ഡോളറിൽ മറ്റു രാജ്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ $2,900 വരുന്നുള്ളൂ. എന്നാൽ ജപ്പാന്റെയും ജർമ്മനിയുടെയും അമേരിക്കയുടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ $72,000 വരുന്നു. ചൈനയുടെ $34,000 വരുന്നു. ജപ്പാൻ്റെതും അതിൻ്റെ അടുത്ത് തന്നെ ജപ്പാന്റെ ആഭ്യന്തര ഉൽപാദനവും വരുന്നു. ജപ്പാന്റെ പ്രതിശീർഷ വരുമാനവും അതിനടുത്ത് തന്നെ വരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ജപ്പാന്റെ ആഭ്യന്തര ഉൽപാദനം എടുത്താൽ $33,955 പക്ഷേ ഇന്ത്യ 4ാം സ്ഥാനത്തായിരിക്കും എന്ന് പറയുമ്പോൾ പ്രധാനമായും ചർച്ച ചെയ്യേണ്ടത് ഇന്ത്യയിലെ ഒരു വ്യക്തിക്ക് കിട്ടുന്ന വരുമാനത്തിൽ ലോകത്തിലെ 190 രാജ്യങ്ങളുടെ പട്ടിക എടുത്താൽ ഇന്ത്യയുടെ സ്ഥാനം 141ാമതാണ്, വളരെ പിറകിലാണ്. എന്നാൽ ജപ്പാൻ ഇന്ത്യ പുറന്തള്ളും എന്ന് പറയുന്ന ജപ്പാന്റെ സ്ഥാനം പ്രതിശീർഷ വരുമാനത്തിൽ 34ാം സ്ഥാനത്താണ്. പക്ഷെ ഇതാണോ ഒരു രാജ്യത്തിന്റെ സാമൂഹ്യ വികസനത്തെ? സാമ്പത്തിക വികസനം എന്ന് പറയുന്നത് സാമൂഹ്യ വികസനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. സാമൂഹ്യ വികസനത്തെ അളക്കുന്നതിനുള്ള ഒരു അളവുകോൽ ഇതാണോ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയം. നോക്കൂ, നമ്മുടെ ഇതുവരെയുള്ള കണക്കുകൾ കാണിക്കുന്ന എന്താണ്? ഈ കണക്കുകൾ പ്രകാരം നമ്മൾ താരതമ്യം ചെയ്യുന്ന മറ്റു രാജ്യങ്ങളെ എടുക്കാം. ഉദാഹരണത്തിന് ഇന്ത്യയെക്കാൾ വളരെയധികം ഇപ്പോൾ ആഭ്യന്തര ഉൽപാദനത്തിൽ പുറകോട്ട് നിൽക്കുന്ന രാജ്യമെന്ന് പറയുന്ന പോളണ്ട്, ഇനി ഇന്ത്യ പുറന്തള്ളാൻ പോകുന്ന ജപ്പാൻ. ഇപ്പൊ പോളണ്ടിനെ എടുത്താൽ പോളണ്ടിന്റെ ആഭ്യന്തര ഉൽപാദനം എന്ന് പറയുന്നത് ഇന്ത്യയുടെ 4-1 ഉള്ളൂ. ഇപ്പോ നമ്മള് അവിടുത്തെ പ്രതിശീർഷ വരുമാനം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരാളിന് ഒരു വർഷം കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് ഇന്ത്യയെക്കാൾ 12 ഇരട്ടി കൂടുതലാണ്. ഇനി എന്താണ് സാമൂഹ്യ വികസനവുമായി നമ്മൾ ബന്ധപ്പെടുത്തി പറയുന്നത്? നമ്മളിപ്പോ ഇന്ത്യയിലെ കാർഷിക മേഖലയിൽ നിങ്ങളുടെ തൊഴിൽ സേനയുടെ എത്ര ശതമാനം ആളുകൾ കാർഷിക മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്നു? പീരിയോഡിക്കൽ ലേബർ ഫോഴ്സ് സർവേ ആണ് ഇപ്പോൾ ഓരോ വർഷവും ഇന്ത്യയിലെ വിവിധ മേഖലകളിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകളുടെ എല്ലാ വർഷവും കണക്ക് പ്രസിദ്ധീകരിക്കുന്നത്. 2023-24 കണക്ക് പ്രകാരം ഇന്ത്യയിൽ കാർഷിക മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്ന തൊഴിൽ ശക്തിയുടെ അനുപാതം 42-ൽ നിന്ന് 45 ഉയർന്നിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ അർത്ഥം ആളുകൾ കാർഷിക മേഖലയെ ആശ്രയിക്കുന്നു എന്ന് പറഞ്ഞ അർത്ഥം ഇന്ത്യ വ്യാവസായികമായും സേവന മേഖലയിലെയും കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യ പിറകോട്ട് പോകുന്നു. സ്വാതന്ത്ര്യലബ്ധിയുടെ സമയത്ത് 70% ആളുകളും കാർഷിക മേഖലയെ ആശ്രയിച്ചിരുന്നത് ക്രമേണ കുറഞ്ഞു വന്ന് അത് 42%. ഇപ്പോൾ വീണ്ടും അത് കൂടുന്നു. ആളുകൾക്ക് ജോലിയില്ലാതെ ആളുകൾ പരക്കം പായുന്ന ഒരവസ്ഥ. 20 വയസ്സിനും 24 വയസ്സിനും ഇടയിലുള്ളവരുടെ തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് 40% ഇന്ത്യയിൽ. ഇന്ത്യയുടെ ദേശീയ തൊഴിലില്ലായ്മ എടുത്താൽ അത് 4% നമ്മൾ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ തൊഴിൽ ആവശ്യമുള്ള 20-24 വയസ്സിനും ഇടയിലുള്ളവരുടെ 40% ആളുകളും ചെറുപ്പക്കാരും തൊഴിലില്ലാതെ അലയുകയാണ്. ഇനി
നമ്മൾ ഇവിടുത്തെ എംപ്ലോയ്മെന്റ് സ്വഭാവം എന്താണ്? റെഗുലർ എംപ്ലോയ്മെന്റ്, അതായത് നിങ്ങൾക്ക് തൊഴിൽ സുരക്ഷിതത്വം ഉള്ളതും മറ്റ് ആനുകൂല്യങ്ങൾ ഉള്ളതുമായ സംഘടിത മേഖലയിലെ തൊഴിലെടുത്താൽ ഇന്ത്യയിൽ ജോലി ചെയ്യുന്നതിൽ വെറും 24% പേര് മാത്രമേ ഏതെങ്കിലും തരത്തിലുള്ള സ്റ്റാറ്റ്യൂട്ടറി ബെനിഫിറ്റുകളോടുകൂടി സ്ഥിരമായി ജോലിയിലുള്ളൂ, റെഗുലർ എംപ്ലോയ്മെന്റുള്ളൂ. ഞാൻ നടപടിയാണേ താങ്കളിലേക്ക് മടങ്ങി വരാം. അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്, നമ്മുടെ തലക്കെട്ടിലുള്ള ഈ GDP നമ്പറുകൾക്കെല്ലാം അപ്പുറത്ത് ഇന്ത്യയുടെ യഥാർത്ഥ സാമ്പത്തിക പുരോഗതി പ്രകടമാക്കുന്ന അടിസ്ഥാന ഘടകങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ രാജ്യത്തെ ഒരു കാലഘട്ടത്തിൽ ഏതാണ്ടൊരു 10-15 വർഷം മുൻപ് വരെ ഉണ്ടായിരുന്ന റോഡ് വികസനത്തിന്റെ കാര്യം, നമ്മുടെ രാജ്യത്തെ എല്ലാ വികസനവും എത്തി നിൽക്കുന്നതും അല്ലെങ്കിൽ അത് ആശ്രയിക്കുന്നതും ട്രാൻസ്പോർട്ടേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടാണല്ലോ. ആ ട്രാൻസ്പോർട്ടേഷൻ സംവിധാനം നമ്മുടെ രാജ്യത്ത് ഇരട്ടിയോ അതിൻ്റെ ഇരട്ടിയോ ആയി കഴിഞ്ഞ 12-15 വർഷക്കാലത്തിനിടയിൽ മാറി എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. മറ്റൊന്ന്, നമ്മുടെ രാജ്യത്ത് ഒരു സ്വയം ബ്രാൻഡ് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം കഴിഞ്ഞ കുറെ കാലങ്ങളായി ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. ഇപ്പോൾ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയും മെയ്ഡ് ഇൻ ഇന്ത്യ പദ്ധതിയും ഒക്കെ അതിന്റെ ഭാഗമായി വന്നതാണ്. ഇപ്പൊ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് എന്ന് പറയുന്നത് അത് ഇന്ത്യയിൽ തന്നെ സൃഷ്ടിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് നമ്മുടെ രാജ്യത്തിന്റെ വികസന സാഹചര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ രാജ്യത്തെ നിക്ഷേപങ്ങൾ, വിദേശ നിക്ഷേപത്തിന്റെ കാര്യത്തിൽ നമ്മൾ 10 മടങ്ങ് മുന്നോട്ട് പോയി. ഇപ്പോൾ ആപ്പിൾ അടക്കമുള്ള കമ്പനികൾ ഇന്ത്യയിലേക്ക് വന്ന് അവരുടെ പ്രൊഡക്ഷൻ ഇന്ത്യയിൽ നടത്താൻ വേണ്ടി തയ്യാറാകുന്നു എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് മാറിയിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ രാജ്യത്തെ വ്യാവസായിക അന്തരീക്ഷവും സാമൂഹിക അന്തരീക്ഷവും അതോടൊപ്പം തന്നെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് തട്ടിച്ചു നോക്കുമ്പോൾ നമ്മുടെ ലേബർ കുറച്ചുകൂടി ചീപ്പാണ് എന്നുള്ള ഒരു സാഹചര്യത്തിലേക്കും കൂടി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അമേരിക്ക നമുക്കെതിരെ നികുതി ഏർപ്പെടുത്താനുള്ള സംവിധാനം ആലോചിച്ചു, പക്ഷെ അവർ കുറച്ചുകൂടി പിന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റുകളിൽ ഒന്നായി അത് ഇമ്പോർട്ടിന്റെ കാര്യത്തിലാണെങ്കിലും എക്സ്പോർട്ടിന്റെ കാര്യത്തിലാണെങ്കിലും കണക്കാക്കപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട സാമ്പത്തിക ക്രയവിക്രയം നടക്കുന്ന മാർക്കറ്റായി നമ്മുടെ രാജ്യം മാറിയിരിക്കുന്നു. അപ്പൊ സ്വാഭാവികമായും നമ്മുടെ എല്ലാ മേഖലയിലും ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, നമ്മൾ ഒരു മേഖല എടുത്തുകൊണ്ട് ആ മേഖലയിൽ 5%-10% കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിന്ന് വ്യത്യാസമുണ്ടായി എന്ന് കണക്കാക്കുമ്പോൾ അങ്ങനെയല്ല. അഡ്വക്കേറ്റ് കൃഷ്ണകുമാർ, അദ്ദേഹം ഇവിടെ ചർച്ചയിൽ പങ്കെടുത്ത കൃഷ്ണദാസ് ചർച്ചയിൽ പങ്കെടുത്ത 2 പേരും സൂചിപ്പിച്ചതുപോലെ നമ്മളീ പറയുന്നത് മൊത്തത്തിലുള്ള GDP കണക്കുകളാണ്. ആളോഹരി വരുമാനം നോക്കുമ്പോൾ ഇന്ത്യ മറ്റെല്ലാ രാജ്യങ്ങളെക്കാളും പിന്നിലാണ്. നമ്മൾ ഈ താരതമ്യം ചെയ്യുന്ന എല്ലാ രാജ്യങ്ങളെക്കാളും പിന്നിലാണ്. ആ തരത്തിലുള്ള വളർച്ചയുടെ മാനദണ്ഡമായി ഇതിനെ കണക്കാക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. നമ്മൾ അവിടെ 2 കാര്യങ്ങൾ കൂടി കാണേണ്ടതുണ്ട് എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. ഒന്ന്, ശ്രീ ജെയിംസ്, നമ്മുടെ രാജ്യത്തിന്റെ ജനസംഖ്യയും നമ്മുടെ ജനസാന്ദ്രതയും നമ്മുടെ ഭൂവിസ്തൃതിയും ഇത് മറ്റു പല രാജ്യങ്ങളെയും കണക്കാക്കി നോക്കുമ്പോൾ നമ്മൾ ചൈനയെയും കടത്തി മറികടന്നുകൊണ്ട് നമ്മുടെ രാജ്യം ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യങ്ങളിൽ ഒന്നായി മാറുകയാണ്. ഇപ്പൊ നമ്മൾ അമേരിക്കയും ഇന്ത്യയും തമ്മിൽ തുലനം ചെയ്യുമ്പോൾ അമേരിക്കയുടെ സാമ്പത്തിക സ്ഥിതിയും അവിടുത്തെ ജനസംഖ്യയും തുലനം ചെയ്യേണ്ടതാണ്. നമ്മുടെ ജനസംഖ്യയെ വെച്ച് അമേരിക്കയുടെ സാമ്പത്തിക സ്ഥിതി ഒന്ന് കണക്കാക്കിയാൽ അവരുടെ ആളോഹരി എവിടെ പോകും? അപ്പൊ നമ്മുടെ രാജ്യത്തിന്റെ പൊതു സംവിധാനം കൂടി നമ്മൾ കണക്കാക്കണ്ടേ? നമ്മുടെ രാജ്യത്തെ ജനസംഖ്യ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഇതിനെ സംബന്ധിച്ച്. അത് കുറയ്ക്കണമെന്നോ അതിലെന്തെങ്കിലും വ്യത്യാസമുണ്ടാക്കണമോ എന്നുള്ളതല്ല. അങ്ങനെ കണക്കാക്കുമ്പോൾ ഇപ്പൊ നമ്മുടെ രാജ്യത്ത് ആകെ ജോലി എടുക്കുന്ന ആളുകളുടെ എണ്ണം പല രാജ്യങ്ങളുടെയും ജനസംഖ്യയേക്കാൾ 10 ഇരട്ടിയോ 15 ഇരട്ടിയോ കൂടുതലായിരിക്കുമെന്നേ. അത് നമ്മൾ കണക്കാക്കണ്ടേ? അപ്പൊ നമ്മുടെ രാജ്യത്ത് തൊഴിലില്ലായ്മ 4% പറഞ്ഞാൽ നമ്മളുടെ ഇനി 4% എന്നുള്ളത് അതിൽ കൂടുതലുണ്ട് എന്ന് കണക്കാക്കുക. അപ്പോൾ പോലും നമ്മുടെ രാജ്യത്തിൽ ആകെ ജനസംഖ്യയുടെ 4% പോലും ജനസംഖ്യയില്ലാത്ത രാജ്യങ്ങൾ ലോകത്ത് 50-ലേറെ ഉണ്ട്. അപ്പൊ നമ്മൾ പൊതുവായി കണക്കാക്കുമ്പോൾ അങ്ങനെ മറ്റു രാജ്യങ്ങളുടെ ഇൻഡെക്സ് മാത്രം കണക്കാക്കിക്കൊണ്ട് നമ്മുടെ രാജ്യത്ത് ഒരു 100 രാജ്യങ്ങൾ എടുക്കുമ്പോൾ ആ 100 രാജ്യങ്ങൾ ഇന്ത്യ ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും ഹാപ്പിനെസ് ഇൻഡെക്സ് നമ്മൾ മാത്രം നോക്കിയാൽ മതിയല്ലോ. ഹാപ്പിനെസ് ഇൻഡെക്സിൽ അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയെക്കാൾ മുകളിലാണ് എന്നാണ് എല്ലാവരും പറയുന്നത്. അഫ്ഗാനിസ്ഥാന്റെ ഹാപ്പിനെസ് എവിടെയാണ്? അഫ്ഗാനിസ്ഥാന്റെ ജനാധിപത്യം എവിടെയാണ്? അപ്പൊ അതുപോലെ തന്നെ നമ്മളുടെ പല ഇൻഡെക്സിനെയും കണക്കാക്കേണ്ടതുള്ളൂ. ഇൻഡെക്സ് കൊണ്ട് മാത്രം നമ്മുടെ സാഹചര്യങ്ങളെ വിലയിരുത്തുക എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള കണക്കുകളോടൊപ്പം നിൽക്കുന്നതാണോ അല്ലെങ്കിൽ സാമൂഹിക സാഹചര്യങ്ങളോട് ഒപ്പം നിൽക്കുന്നതാണോ എന്നുള്ളത് നോക്കേണ്ടി വരും. അതൊരു പ്രധാനപ്പെട്ട വിഷയം. പിന്നെ മറ്റ് പല രാജ്യങ്ങളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന
വ്യതിയാനങ്ങളും അവരെടുക്കുന്ന നിലപാടുകൾ, ഇപ്പൊ ചൈന ഒരു നിലപാട് ഒരു വിഷയത്തെ കുറിച്ച് എടുത്തു എന്ന് വിചാരിക്കുക. ഒരു സാമ്പത്തിക നയത്തെ സംബന്ധിച്ചാണെങ്കിലും, ഇനി അതല്ല അവിടുത്തെ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെങ്കിലും, അവിടുത്തെ വ്യവസായികളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെങ്കിലും ഒക്കെ ഇന്ത്യ എടുക്കുന്ന ഒരു നിലപാട് പോലെ ചൈനക്ക് എടുക്കാൻ കഴിയുമോ? അല്ലെങ്കിൽ ചൈന എടുക്കുന്ന ഒരു നിലപാട് നമുക്ക് അനുവർത്തിക്കാൻ കഴിയുമോ? ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇപ്പൊ ചൈനയിൽ ഒരു പ്രൊഡക്ഷൻ സെന്റർ ഉള്ള ഒരു സംവിധാനത്തെ സംബന്ധിച്ച് ഗവൺമെന്റ് ഒരു തീരുമാനമെടുത്താൽ അവിടെ പ്രത്യേകിച്ച് ജനാധിപത്യത്തിന്റെ സംവിധാനങ്ങളിൽ ചോദ്യം ചെയ്യാനോ നിലപാടുകൾ സ്വീകരിക്കാനോ ആരും ഇല്ലാത്തതുകൊണ്ട് അവിടെ നടപ്പാകും. അപ്പോൾ ചില വിഷയങ്ങളിൽ നമ്മുടെ രാജ്യത്തിന്റെ സാമൂഹിക അന്തരീക്ഷം, രാഷ്ട്രീയ സാഹചര്യം, നമ്മളുടെ ജനസംഖ്യ, ഇതെല്ലാം നമ്മളുടെ വികസനവും GDP-യും എല്ലാമായി ചേർന്നുകൊണ്ട് നിൽക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ഇൻഡെക്സിനെ കാണിച്ചുകൊണ്ട് മറ്റൊരു ഇൻഡെക്സിനെ തുലനം ചെയ്യുക എന്നുള്ളത് അത്ര ഈസി അല്ല. ഇപ്പൊ നമ്മൾ ലോകത്തിന്റെ ഏറ്റവും വലിയ 4ാമത്തെ സാമ്പത്തിക ശക്തിയായി നാം വളരുന്നു എന്ന് പറയുന്നത് ഈ ഘടകങ്ങളെല്ലാം നിലനിൽക്കുമ്പോഴാണ് ശ്രീ ജെയിംസ് ഏറ്റവും കൂടുതൽ. പക്ഷെ അവിടെ നമ്മൾ മറ്റു രാജ്യങ്ങളുമായി താരതമ്യം ചെയ്തുകൊണ്ടാണല്ലോ ഈ കാര്യങ്ങൾ പറയുന്നത്. അവിടെ എടുക്കുന്നത് മൊത്തത്തിലുള്ള GDP-യും അല്ലാത്ത ഘട്ടങ്ങളിലെല്ലാം ആളോഹരി വരുമാനവുമാണല്ലോ നമ്മൾ കണക്കാക്കുന്നത്. അതിൻ്റെതായ വ്യത്യാസം പ്രകടമാണ്. അല്ല, അതുണ്ടാകും, അത് സ്വാഭാവികമായും ഉണ്ടാകും. ഇപ്പൊ ലോകത്തിന്റെ മുഴുവൻ വളർച്ച ഉണ്ടാകുന്ന ഇപ്പൊ ഇന്ത്യയുടെ GDP വളർച്ചയുടെ പെർസെന്റേജ് കഴിഞ്ഞ വർഷവും കഴിഞ്ഞതിന് മുൻപുള്ള വർഷവും കാണിച്ചിട്ടുള്ളത് 6%-ലധികമാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ അമേരിക്കയുടെയും ചൈനയുടെയും ജർമ്മനിയുടെയൊക്കെ ആളോഹരി, ജപ്പാന്റെയൊക്കെ ഈ GDP-യുടെ കഴിഞ്ഞ 23-ലെയും 24-ലെയും വളർച്ചാ നിരക്കൊന്ന് പരിശോധിച്ചാൽ അത് 3% മുതൽ 4% വരെ പല രാജ്യങ്ങളുടെ ഉള്ളൂ. നമ്മുടേത് 6%-ന് മുകളിലാണ്. അങ്ങനെ 6%-ന് മുകളിലാണെന്നുള്ളത് കൊണ്ട് നമ്മൾ ഏറ്റവും വലിയ രാജ്യമായി മാറിയോ? ഇല്ലല്ലോ. അപ്പൊ GDP-യിൽ ഉണ്ടാകുന്ന വ്യതിയാനത്തിന്റെ ഒരു ഇൻഡെക്സോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഇൻഡെക്സോ സൂചിപ്പിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ പൊതു വളർച്ചയിൽ ഉണ്ടാകുന്ന മാറ്റത്തെ കണക്കാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് വ്യക്തമാണ്. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ഡോക്ടർ മേരി ജോർജ്, നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇത്തരം ശ്രദ്ധേയമായ വളർച്ചാ നിരക്കുകൾ ഉണ്ടായിരുന്നിട്ടും തൊഴിൽ സൃഷ്ടിയെക്കുറിച്ചുള്ള ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും അത് സൂചിപ്പിക്കുകയുണ്ടായി. തൊഴിൽ മേഖലയിലെ നിലവിലെ പ്രവണതകൾ എന്തൊക്കെയാണ്? ഇത് GDP കണക്കുകളുമായിട്ട് എങ്ങനെ പൊരുത്തപ്പെടുന്നു? അതായത് എനിക്കിപ്പോ പറയാനുള്ള കാര്യങ്ങൾ മിസ്റ്റർ കൃഷ്ണദാസ് പറഞ്ഞ പല കാര്യങ്ങളെയും ഖണ്ഡിക്കേണ്ടിയിരിക്കുന്നു. അതിന് സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ചോദിച്ച ചോദ്യത്തിൽ, അതായത് അദ്ദേഹം പറഞ്ഞല്ലോ റേറ്റ് ഓഫ് ഗ്രോത്ത് മറ്റ് US-നേക്കാൾ ഉയർന്ന റേറ്റ് ഓഫ് ഗ്രോത്ത് ഇന്ത്യ. അതായത് സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ബേസിക്സ് അറിയാമെങ്കിൽ അറിയാം, ഈ ഡെവലപ്ഡ് ഇക്കോണമീസിനെ എന്തുകൊണ്ടാണ് ഡെവലപ്ഡ് ഇക്കോണമീസ് എന്ന് വിളിക്കുന്നത്? കാരണം അവ വികസനത്തിന്റെ മാക്സിമത്തിൽ എത്തിയ രാജ്യങ്ങളാണ്. അവിടെ തന്നെ നിൽക്കുക. ഇനി കൂടുതൽ 6-7% ഗ്രോ ചെയ്യാൻ അവർക്ക് പറ്റില്ല. അവരാ നിൽക്കുന്നിടത്ത് നിൽക്കുക, അവിടുന്ന് താഴേക്ക് പോകാതെ നിൽക്കുക. അത് മാത്രമാണ് അവർക്ക് ചെയ്യാൻ പറ്റുന്നത്. ആ രാജ്യങ്ങൾ 2%, 2.5%, 1% ഒക്കെ വളർച്ചയെ നേടുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ അവ വളരുന്നില്ലെന്നല്ല, അവർ വളർച്ചയുടെ മൂർധന്യത്തിൽ തന്നെ നിൽക്കുന്നു. അവരവരുടെ ജനങ്ങൾക്ക് മാക്സിമം പെർ ക്യാപിറ്റ ഇൻകവും ഒക്കെ നൽകുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെയാണ് ഞാൻ പഠിച്ചിരിക്കുന്ന സാമ്പത്തിക ശാസ്ത്രം എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. പിന്നെ മിസ്റ്റർ കൃഷ്ണദാസ് പറഞ്ഞ വേറൊരു ചോദ്യമുണ്ട്, എന്തുകൊണ്ടാണ് ഈ അതേഴ്സ് ഇവിടെ ഈ ഇന്ത്യ ഇവിടെ ഇപ്പൊ മാനുഫാക്ചറിങ്, അതായത് എന്താണ് കാർ മാനുഫാക്ചറിങ് പോലുള്ള പല മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസും വിദേശത്ത് നിന്ന് ഇങ്ങോട്ട് വരുന്നു. അതിന്റെ കാരണവും താങ്കൾ തന്നെ പറഞ്ഞു. ബിക്കോസ് നമുക്കൊരു വലിയ മാർക്കറ്റ് ഉണ്ട്. ഈ മാർക്കറ്റ് പിടിച്ചെടുക്കാൻ വേണ്ടിയാണ് അവരുടെ ഇപ്പൊ തന്നെ പറഞ്ഞിരിക്കുന്നു, നമ്മുടെ മസ്ക് പറഞ്ഞിരിക്കുന്നു, ഞാൻ എന്റെ ഉൽപാദനം ഇങ്ങോട്ട് കൊണ്ടുവരുന്നില്ല കാറിന്റെ, പക്ഷേ സെയിൽ ഇവിടെ നടത്തുമെന്ന്. അപ്പൊ ഇവിടുത്തെ വിപണിയാണ് എല്ലാവർക്കും വേണ്ടത്. ഇനി ഞാൻ താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക്, അതായത് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ഒരു 2-3 മാസം മുൻപ് പുറത്തുവിട്ട ഒരു കണക്കുണ്ട്. ഇന്ത്യയിലെ അഭ്യസ്ത വിദ്യരുടെ തൊഴിലില്ലായ്മ 82% മുകളില്, 82.09 എന്നായിരുന്നു ആ കണക്ക്. ഈ 82.09 എന്നുള്ള അഭ്യസ്ത വിദ്യർക്ക് ILO കൊടുത്തിരിക്കുന്ന ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ കൊടുത്തിരിക്കുന്ന ഡെഫിനിഷൻ പ്രീ ഡിഗ്രി ആൻഡ് എബവ് വിദ്യാഭ്യാസം ഉള്ളവര് എന്നാണ്. അപ്പൊ അത്തരക്കാര് 82% അൺഎംപ്ലോയിഡ് ആയിട്ടിരിക്കുന്ന ഇന്ത്യ വികസനത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഒക്കെ പറയുമ്പോൾ അതിലെ നമുക്ക് ചിരിക്കാനേ പറ്റുള്ളൂ. അതല്ലാതെ ആരെ വിഡ്ഢിയാക്കാനാണ് ഗവൺമെന്റുകൾ ഇത്തരം മുഖം മിനുക്കൽ പരിപാടിയുമായിട്ട് മുൻപോട്ട് പോകുന്നത് എന്ന് കേന്ദ്രത്തോടാണെങ്കിലും സംസ്ഥാനത്തോടാണെങ്കിലും ചോദിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ഈ 82% ഓൾ ഇന്ത്യ തലത്തിലെ തൊഴിലില്ലായ്മയെങ്കിൽ കേരളത്തിലേത് പറയാതിരിക്കുക ഭേദം. അതാണ്. അപ്പൊ അതുകൊണ്ടാണ്
ഇഷ്ടം പോലെ ഗുജറാത്തിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നും ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിൽ നിന്നും പ്രീ ഡിഗ്രി കഴിയുമ്പോഴേ കുട്ടികൾ ഇന്ത്യ വിടുകയാണ്. അങ്ങനെ ഇന്ത്യ വിടുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എനിക്ക് ഓർമ്മയുണ്ട്, മിസ്റ്റർ കൃഷ്ണദാസ് പറഞ്ഞത് ശരിയാണ്. ആദ്യ ബജറ്റിൽ തന്നെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു, ഞാൻ ഇന്ത്യയെ മാറ്റും. എങ്ങനെ? അതായത് 5T എന്ന് പറഞ്ഞ, അതായത് ടെക്നോളജി, ട്രെയിനിങ്, ട്രേഡ്, ടൂറിസം, ട്രഡീഷൻ. ഈ 5T കൊണ്ട് ഞാൻ ഇന്ത്യയെ മാറ്റിയെടുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം അമേരിക്കയിൽ പോയി പ്രസംഗിച്ചു ആദ്യത്തെ അമേരിക്കൻ വിസിറ്റില്. ഇന്ത്യ ഹാസ് 3 Ds. ഏതൊക്കെയാണ് 3 Ds? ഡെമോഗ്രഫി, ഡിമാൻഡ്, ഡെമോക്രസി. ഈ 3 കം മേക്ക് ഇൻ ഇന്ത്യ. ഈ 3 Dകൾ ഇന്ത്യയിൽ ഉള്ളത് കൊണ്ട് നിങ്ങൾ ഇന്ത്യയിൽ വന്ന് ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. ഇതൊക്കെ ശരിയാ. പക്ഷെ ഈ വീട്ടിലെ പശു പുല്ല് തിന്നില്ല എന്നുള്ളത് മറ്റാരെങ്കിലും പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ കണ്ടോണ്ടിരിക്കുകയല്ലേ ഇന്ത്യയിൽ എന്താ സംഭവിക്കുന്നത് എന്ന്. ഇപ്പൊ നാഷണൽ ഹൈവേയുടെ കാര്യം തീർച്ചയായിട്ടും നല്ലതാണ്. അതായത് പിന്നെ വ്യവസായ വികസനത്തിനും എല്ലാവിധ വികസനത്തിനും നല്ലതാണ്. നല്ല ഹൈവേസ്, നല്ല എയർവേസ്, നല്ല റെയിൽവേസ് ഒക്കെ ഉണ്ടെങ്കിൽ, അതായത് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി അത്. പക്ഷെ ഇന്ത്യയിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഹൈവേ ഡെവലപ്മെന്റിന്റെ ഏറ്റവും നല്ല എക്സാമ്പിൾ അല്ലേ കേരളത്തിൽ കാണുന്നത്? കുരിയാട് മുതൽ അങ്ങ് ഇങ്ങെത്തി കാണുന്നത്. അപ്പൊ ഇതുപോലെയാണ് ഓരോ കാര്യങ്ങൾ കാട്ടിക്കൂട്ടിയിട്ട്, അതായത് പെരുപ്പിച്ച് കാണിക്കുക. ഓർമ്മയുണ്ടല്ലോ 2019 ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പറഞ്ഞ ഒരു കാര്യം. ഹലോ വ്യക്തമാണ്, പറഞ്ഞോളൂ. 2019 ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഒരു അനൗൺസ്മെന്റ് നടത്തി. ഇന്ത്യ ഈസ് ഓപ്പൺ ഡെഫിക്കേഷൻ ഫ്രീ. മലമൂത്ര വിസർജനം പുറത്തു നടത്താത്ത രാജ്യമായി ഇന്ത്യ വളർന്നിരിക്കുന്നു എന്ന്. പക്ഷെ പോപ്പുലേഷൻ പോളിസി റിസർച്ചുകാരുടെ 2019-21 റിപ്പോർട്ട് വന്നു. അതിനകത്ത് 38% പേര് ഇപ്പോഴും ഓപ്പൺ ഡെഫിക്കേഷൻ. അപ്പൊ അത് ഞാൻ നേരിട്ട് കണ്ടതാ. കേരളത്തിൽ ഞാൻ മുതലപ്പുഴി മുതല് അടിമലത്തുറ വരെ ഈ വിഴിഞ്ഞം പ്രശ്നവുമായിട്ട് നടന്ന് ഞങ്ങൾ ഒരു ഗ്രൂപ്പ് നടന്നു കണ്ടു. അപ്പോ ഓപ്പൺ ഡെഫിക്കേഷന്റെ റിസൾട്ട് ഞാൻ കേരളത്തിൽ പോലും കണ്ടു. എന്നിട്ട് വേണ്ട മറ്റ് സംസ്ഥാനങ്ങളിലെ ഇതുപോലെ നമ്മൾ ഡേറ്റ. ഡോക്ടർ മേരി ജോർജ്, ഈ തരത്തിൽ നോക്കുമ്പോൾ ഈ GDP കണക്കാക്കുന്ന രീതിശാസ്ത്രം, അതിനെക്കുറിച്ച് മുൻകാലങ്ങളിൽ ചർച്ചകൾ നടന്നിട്ടുണ്ട്. ഇന്ത്യയുടെ GDP കണക്കാക്കാൻ ഉപയോഗിക്കുന്ന നിലവിലെ രീതികൾ അത് എത്രത്തോളം ശക്തമാണ്, അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ താരതമ്യപ്പെടുത്താവുന്നതാണോ? തീർച്ചയായിട്ടും അതെ. അതായത് UN തന്നെ കമ്പയറബിൾ ആയിട്ടുള്ള നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷനും അതുപോലെ തന്നെ അതായത് ഓൾ ഇന്ത്യ തലം, ഓൾ വേൾഡ് തലത്തിൽ കമ്പാരിസണ് സാധ്യമായ രീതിയിലാണ് 1963 തന്നെ UN നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ഫോർമാറ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. ആ ഫോർമാറ്റിലാണ് 2004 വരെ ഇന്ത്യയിൽ GDP ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തിരുന്നത്. 2004 ഇതിലായിരുന്നു 2014 വരെ കാൽക്കുലേറ്റ് ചെയ്തിരുന്നത്. 2014 ശേഷം 2012 എന്ന 11-12 എന്ന ഒരു ബേസ് മാറ്റം 2024 നിന്ന് 2004 ആയിരുന്നു അതുവരെയുള്ള ബേസ്. 2004 ബേസ് മാറ്റി BJP ഗവൺമെന്റ് വന്നതിന് ശേഷം 2011-12 ബേസ് ആക്കി മാറ്റി. ആ ബേസിനെ പറ്റി ആഗോള തലത്തിൽ തന്നെ സംശയങ്ങളുണ്ട്. അതിനകത്ത് ഒരുപാട് ഡേറ്റ, അതായത് നമുക്ക് ആവശ്യപ്പെടുന്ന ഡേറ്റ നമ്മൾ തിരികെ കയറ്റുന്നു. യഥാർത്ഥ ഡേറ്റ അല്ല, നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഡേറ്റ മാനുഫാക്ചർ ചെയ്യുന്നു എന്നൊരു കംപ്ലൈന്റ് ആഗോള തലത്തിൽ തന്നെ ഉണ്ട്. നീതി ആയോഗിൽ നിന്ന് തന്നെ ആദ്യമേ റിസൈൻ ചെയ്തു പോയ ആൾക്കാരോട് ചോദിച്ചാൽ മതി. അവർ അമേരിക്കയിൽ ചെന്നിരുന്ന് എഴുതിയ ആർട്ടിക്കിൾസ് ഞാൻ വായിച്ചിട്ടുണ്ട്. അവര് തന്നെ സമ്മതിക്കുന്നുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ GDPയുടെ പ്രശ്നങ്ങള്. അതിന് നമുക്ക് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റില്ല. GDP വളർച്ച എന്ന തലക്കെട്ട് സാധാരണക്കാരൻ്റെ ജീവിതവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് നമ്മൾ പരിശോധിച്ചത്. ഇന്ത്യ ആഗോളതലത്തിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നായി തുടരുന്നു എന്നതിൽ തർക്കമില്ല. അതോടൊപ്പം തന്നെ പാവപ്പെട്ടവനും പണക്കാരനും തമ്മിലുള്ള അകലം വർദ്ധിക്കുകയാണ്. അതിസമ്പന്നർ അതിവേഗം വളരുമ്പോൾ ഈ നാട്ടിലെ സാധാരണക്കാരനും മെച്ചപ്പെട്ട ജീവിതം നയിക്കാൻ അവകാശമുണ്ടെന്ന കാര്യം വിസ്മരിച്ചുകൂടാ. ബിസിനസ് ഡയലോഗ് ഇവിടെ പൂർണ്ണമാകുകയാണ്. ചർച്ചയിൽ പങ്കെടുത്ത ഡോക്ടർ മോഹനകുമാർ, ഡോക്ടർ മേരി ജോർജ്, അഡ്വക്കേറ്റ് P. കൃഷ്ണദാസ്, നന്ദി. മറ്റൊരു വിഷയവുമായി അടുത്തയാഴ്ച കാണാം. നമസ്കാരം.